ഇത് അടുത്ത ചാപ്റ്ററായിട്ടാണ് പോകുന്നത്. മായാരൂപികളും മാന്ത്രികപ്പൂവും. ലൈസാൻഡറും ഹെർമിയും കൂടിക്കാഴ്ചയ്ക്ക് തിരഞ്ഞെടുത്ത കാട് അതാ കാണിക്കുന്നത് കേട്ടോ. ചെറുജീവികളായ മായാരൂപികളുടെ വിഹാരരംഗമായിരുന്നു. ഒബ്രോൺ മായാരൂപികളുടെ രാജാവും ടൈറ്റാനിയ റാണിയും. അവർ അർദ്ധരാത്രിയിൽ തങ്ങളുടെ കൊച്ചനുയായികളുമായി കാട്ടിൽ വേറെ വേറെ ചുറ്റിയടിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മായാരൂപി രാജാവും രാജ്ഞിയും തമ്മിൽ വളരെ രൂക്ഷമായ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനാൽ സുഖദായകമായ ഈ കാട്ടിലെ നിഴൽ വീണ വഴിത്താരയിൽ അവർ ഒരിക്കലും കണ്ടുമുട്ടാനിടയില്ല. അവർ വഴക്കിടുമ്പോൾ റാണിയുടെ കുഞ്ഞൻ മായാരൂപികൾ ഭയപ്പെട്ട് ഓക്കുമരത്തിൻ്റെ വിത്തിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി ഒളിഞ്ഞിരിക്കും. ആ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം ഒരു കുട്ടിയായിരുന്നു. ടൈറ്റാനിയ തൻ്റെ ചുമതലയിലുള്ള ആ പയ്യനെ ഒബ്രോണിന് നൽകാൻ വിസമ്മതിച്ചു. അവൻ്റെ അമ്മ ടൈറ്റാനിയയുടെ കൂട്ടുകാരിയായിരുന്നു. അവൾ മരിച്ചപ്പോൾ മായാരൂപികളുടെ രാജ്ഞി കുഞ്ഞിനെ അതിൻ്റെ ആയിയുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ചു. അങ്ങനെ ആ കാട്ടിൽ തന്നെ രാജ്ഞി അവനെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. ലൈസാൻഡറും ഹെർമിയും ആ കാട്ടിൽ രാത്രിയിൽ കണ്ടുമുട്ടാമെന്ന് നിശ്ചയിച്ചിരുന്നല്ലോ. രാത്രി ടൈറ്റാനിയ തൻ്റെ ചില തോഴിമാരുമായി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അതിനിടയിൽ റാണി രാജസേവകരാൽ പരിസേവിതനായിരുന്ന ഒബ്രോണിനെ കണ്ടുമുട്ടി. തീർന്നു. അഹങ്കാരിയായ ടൈറ്റാനിയ, ഈ നിലവിൽ നാം കണ്ടുമുട്ടിയത് തികച്ചും നിർഭാഗ്യകരമായി പോയി. മായാരൂപികളുടെ രാജാവ് പറഞ്ഞു. ഓ അസാലുവായ ഒബ്രോൺ, താങ്കളാണോ അത്? വനദേവതമാരെ, ഇവിടെ നിന്ന് തെന്നു മാറിക്കൊള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടൊഴിഞ്ഞതായി ഇതാ ആണയിടുന്നു, റാണി പറഞ്ഞു. വെകളി പിടിച്ച റാണി, അല്പം ക്ഷമിക്കൂ, ഒബ്രോൺ പറഞ്ഞു. ഞാൻ നിന്റെ നാഥനല്ലേ? എന്തിനാണ് ടൈറ്റാനിയ നീ നിന്റെ നാഥനോട് കോപിക്കുന്നത്? നിന്റെ വളർത്തു പയ്യനെ എനിക്ക് തന്നോളൂ. അവനെ എൻ്റെ വേലക്കാരനാക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഇല്ല, ഞാനവനെ തരില്ല, റാണി എതിർത്തു. നിന്റെ തീരുമാനം മാറ്റിയേ പറ്റൂ. എനിക്ക് ആ പയ്യനെ കിട്ടിയേ തീരൂ. അവനെൻ്റെ കൂട്ടുകാരിയുടെ മകനാണ്. അവളൊരു മനുഷ്യ സ്ത്രീയാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞ ഉടനെ അവൾ മരിച്ചുപോയി. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ആ കുഞ്ഞിനെ വളർത്തിയത്. അവനെ എന്നിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. എനിക്ക് അവൻ്റെ അമ്മയോട് അത്ര സ്നേഹമാണ്. നീ എത്ര നാൾ ഇവിടെ കാണും? ഒബ്രോൺ ചോദിച്ചു. തെസീസിൻ്റെ വിവാഹം വരെ. ഞങ്ങളോടൊപ്പം സമാധാനത്തോടെ നൃത്തം വയ്ക്കാനും ഞങ്ങളുടെ നിലാക്കേളികൾ കാണാനും തയ്യാറാണെങ്കിൽ ഞങ്ങൾക്കൊപ്പം വന്നോളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. നിന്റെ വളർത്തുമകനെ തരുമെങ്കിൽ ഞാൻ നിന്റെ കൂടെ പോരാം. മനസ്സിനെ ശാന്തമാക്കൂ. ഈ മായാലോകത്തിന് വേണ്ടിയായാൽ പോലും ഞാൻ പയ്യനെ വിട്ടുതരില്ല, റാണി മറുപടി പറഞ്ഞു. ഇതും പറഞ്ഞ് അടങ്ങാത്ത കോപത്തോടെ അവൾ ഭർത്താവിൻ്റെ അരികിൽ നിന്നും പോയി. ശരി, പൊയ്ക്കൂ, തോന്നിയ പോലെ നീ നിന്റെ വഴിക്ക് പൊയ്ക്കൂ, ഒബ്രോൺ പറഞ്ഞു. നേരം പുലരും മുമ്പ് ഈ അവഹേളനത്തിന് പകരം ഞാൻ നിന്നെ ദണ്ഡിക്കുന്നുണ്ട്, നോക്കിക്കൂ. തുടർന്ന് ഒബ്രോൺ തൻ്റെ പ്രിയപ്പെട്ടവനും സ്വകാര്യ ഉപദേഷ്ടുമായ പക്കിനെ ആളയച്ചു. പക്ക് ഇവിടെ വരൂ, പെട്ടെന്ന് ആ മാന്ത്രിക പൂവ് കൊണ്ടുവരും. ഞാനത് മുമ്പ് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. റോബിൻ ഹുഡ് ഗുഡ് ഫെലോ എന്ന് വിളിക്കപ്പെടുന്ന മായാരൂപിയാണ് പക്ക്. അവൻ സാമാന്യ ബുദ്ധിയും വിവേചന ശക്തിയും ഉള്ളവനാണെങ്കിലും ഒട്ടും തന്നെ സത്യസന്ധനായിരുന്നില്ല. ഗ്രാമത്തിലെ പെൺകുട്ടികളെ പേടിപ്പിക്കുന്നവനാണ് പക്ക്. പാല് പിരിക്കാൻ തൈർക്കലത്തിൽ തുള്ളിച്ചാടുന്ന ഈ സൂത്രക്കാരൻ വീട്ടമ്മയെ കൊണ്ട് വെറുതെ തൈര് കടയിക്കുന്നു. പലപ്പോഴും രാത്രിഞ്ചരന്മാരെ വഴിതെറ്റിച്ച് അവരുടെ കഷ്ടപ്പാടുകളിൽ രസിക്കും. കുട്ടിച്ചാത്തനെന്നും പ്രിയപ്പെട്ട പക്ക് എന്നും വിളിക്കുന്നവർക്ക് എന്ത് ജോലി ചെയ്തു കൊടുക്കാനും വലിയ താല്പര്യമാണ്. ഒബ്രോണിനെ രസിപ്പിക്കാൻ അവൻ എന്തും ചെയ്യും. അയൽക്കാർ ഒരുമിച്ച് കൂടി സ്വസ്ഥമായി മദ്യപിക്കാൻ തുടങ്ങുമ്പോൾ പാത്രത്തിലേക്ക് എടുത്ത് ചാടി പൊരിച്ച ഒരു കാട്ടാപ്പിൾ പോലെ മദ്യത്തിൽ തങ്ങിക്കിടക്കും. വീട്ടമ്മയുടെ ചുണ്ടത്ത് കിടന്ന് തുള്ളി അവരുടെ വലിഞ്ഞ കഴുത്താട വഴി അവൻ മദ്യം ഒഴുക്കും. മദ്യമുണ്ടാക്കുന്ന ചെമ്പ് വികൃതി കാട്ടാനുള്ള തട്ടമാക്കാൻ എപ്പോൾ തിരഞ്ഞെടുത്താലും ആ മദ്യം കേടാക്കിയിട്ടേ പക്ക് പിന്മാറും. പ്രായമേറിയ ഒരു സ്ത്രീ അയൽക്കാരോട് വളരെ സങ്കടകരമായ കഥ പറയാനായി സഗൗരവം ഇരിക്കുമ്പോൾ പക്ക അവരുടെ മുക്കാലി തട്ടിമറിച്ചിട്ട് ആ പാവം തള്ളയെ താഴെ വീഴ്ത്തും. അത് കാണിക്കാൻ അവിടെ കൂടിയിരിക്കുന്നവർ മുഴുവൻ ഇടുപ്പിൽ കൈത്താങ്ങി ചിരിച്ചു മറിയും. സന്തോഷം പകരുന്ന ഇത്തരം സമയമൊന്നും വെറുതെ വഴക്കൻ തങ്ങളില്ലെന്ന് അവർ ഏകസ്വരത്തിൽ പറയും. അടുത്ത് വരും. രാത്രിഞ്ചരനും ഉല്ലാസവാനുമായ കൊച്ചു മായാരൂപിയെ ഒബ്രോൺ വിളിച്ചു. പെട്ടെന്ന് തന്നെ നീ എനിക്ക് കന്യകകൾ ആലസ്യപ്രേമം എന്ന് വിളിക്കുന്ന ആ സ്നേഹപ്പൂവ് കൊണ്ടുതരണം. ഉറങ്ങുന്ന ആളിൻ്റെ കൺപോളകളിൽ ആ നീലവർണ്ണമുള്ള പൂവിൻ്റെ ചാറൊഴിച്ചാൽ അയാൾ ഉണരുമ്പോൾ ആദ്യം കണ്ണിൽപ്പെടുന്ന ആളോട് അടങ്ങാത്ത സ്നേഹം തോന്നും. നീ ആ പൂവ് എനിക്ക് കൊണ്ടുതരും. അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ടൈറ്റാനിയ ഉറങ്ങുമ്പോൾ അവളുടെ കൺപോളകളിൽ ഞാൻ ആ പൂനീര് ഇറ്റിക്കും. ഉണരുമ്പോൾ ആദ്യം കാണുന്ന ഏത് ജീവിയെയും, അത് സിംഹമോ കരടിയോ അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന കുസൃതി കുരങ്ങോ തിരക്കുള്ള ആൾക്കുരങ്ങോ എന്തുമാകട്ടെ, അവൾ ഗാഢമായി സ്നേഹിക്കും. എനിക്കറിയാവുന്ന മറുമരുന്ന് കൊണ്ട് അവളുടെ കണ്ണിൽ നിന്ന് മാന്ത്രിക ശക്തി പിൻവലിക്കും മുമ്പേ ഞാൻ അവളെ കൊണ്ട് തന്നെ ആ പയ്യനെ എനിക്ക് തരിക്കും. ഞാൻ ആ പൂ ഒരിക്കൽ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. കുസൃതി ഒപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്കിന് തൻ്റെ യജമാനൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന തമാശ അതിയായി ഇഷ്ടപ്പെട്ടു. ഉടനെ തന്നെ അവൻ ആ സ്നേഹപ്പൂവ് തേടി പുറപ്പെട്ടു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ. അന്നേരം ഒരു കുസൃതി വരുന്നുണ്ട് കേട്ടോ. ഈ ചാപ്റ്റർ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാലൻസ് കഥ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നായികയോട് ഒളിച്ചോടാൻ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് അവർ പറഞ്ഞ ലൊക്കേഷനിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത്. അന്നേരം ഞാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഈ ബുക്ക് വായിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.